നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 ദിവസം മുഴുവൻ ഭൗതിക വ്യവഹാരങ്ങളിൽ മുഴുകിക്കഴിയുന്ന നമുക്ക് അല്പസമയത്തേക്കെങ്കിലും ഈശ്വര ചിന്ത ചെയ്യുവാൻ ക്ഷേത്രാന്തരീക്ഷം സഹായിക്കും. സന്ധ്യാവേളകളിൽ അനുഷ്ഠിക്കേണ്ടതായ പല സാധനകളെക്കുറിച്ചും ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാണ് ക്ഷേത്രദർശനം. നമ്മുടെ ജീവിത രീതിക്കനുസരിച്ച് ക്ഷേത്രദർശനം പ്രഭാതസന്ധ്യയിലോ സായം സന്ധ്യയിലോ ചെയ്യാവുന്നതാണ്. സനാതനധർമ്മത്തിൽ ക്ഷേത്രാരാധനയ്ക്ക് വലിയ മഹത്വമാണുള്ളത്. പ്രതിദിനം ക്ഷേത്രദർശനം നടത്തുക എന്നത് സമാധാനപരമായ ജീവിതം നയിക്കുന്നവർ പാലിക്കാറുള്ള ഒരനുഷ്ഠാനമാണ്. പൊതുവെ സായം സന്ധ്യയ്ക്കാണ് ക്ഷേത്രത്തിൽ ഭക്തസമൂഹം എത്തിച്ചേരുന്നത്. ക്ഷേത്രനടയിൽ നിന്ന് ദേവദർശനം ചെയ്ത് ശ്രീ വിഗ്രഹത്തെ വന്ദിക്കുക. നമസ്കാരത്തിനുള്ള സ്ഥലത്ത് ദേവനമസ്കാരം ചെയ്യുക. ക്ഷേത്രത്തെ പ്രദക്ഷിണം ചെയ്യുക. ദീപാരാധന ദർശിച്ച് വന്ദിക്കുക. ക്ഷേത്രസന്നിധിയിലിരുന്ന് നാമസങ്കീർത്തനാദികളിൽ പങ്കുചേരുക. ഇങ്ങനെ പലതരത്തിൽ ക്ഷേത്രങ്ങളിൽ സാധന ചെയ്യാം. ക്ഷേത്രദർശനം ഭക്തരുടെ ആധ്യാത്മിക വളർച്ചയെ ശക്തിപ്പെടുത്തുകയും ചെയ്യും. ഇനി ഗുരുവചനം കേൾക്കാം. പരമാത്മാവിന്റെ അനന്തവൈഭവത്തെ അതുല്യമായ രീതിയിൽ സ്വജീവിതത്തിലൂടെ പ്രകാശിപ്പിച്ച അവതാരമാണ് ശ്രീകൃഷ്ണൻ. മാതാ അമൃതാനന്ദമയി ദേവി. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ശിവ അപരാധ ക്ഷമാപണ സ്തോത്രം ചൊല്ലുന്നത് കേൾക്കാം. ബാല്യേ ദുഃഖാതിരേകാത് മലലുളിതവപു സ്തന്യപാനി പിപാസുഃ നോ ശക്തശ്ചേന്ദ്രിയേഭ്യോ ഭവമലജനിതാഃ ജന്തവോ മാം തുദന്തി നാനാരോഗാദിദുഃഖാത് രുദനപരവശഃ ശങ്കരം ന സ്മരാമി ക്ഷന്തവ്യോ മേ പരാധഃ ശിവ 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 ഭോഃ ശ്രീമഹാദേവ ശംഭോ. ബാല്യേ ദുഃഖാതിരേകാത് മലലുളിതവപു സ്തന്യപാനി പിപാസുഃ നോ ശക്തശ്ചേന്ദ്രിയേഭ്യോ ഭവമലജനിതാഃ ജന്തവോ മാം തുദന്തി നാനാരോഗാദിദുഃഖാത് രുദനപരവശഃ ശങ്കരം ന സ്മരാമി ക്ഷന്തവ്യോ
मे पराध शिव 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 भोः श्रीमहादेव शम्भो അടുത്തതായി ശങ്കരസ്തോത്രാമൃതമാണ്. നാനാവിധത്തിലുള്ള ക്ലേശങ്ങൾ പല പല ജന്തുജാലങ്ങളിൽ നിന്നും ശിശുവായിരുന്നപ്പോൾ അനുഭവിച്ചു. പിന്നെ ബാലാരിഷ്ടതകൾ ഒന്നിനു പിറകെ ഒന്നായി വന്നു. പല കാരണത്താൽ ക്ലേശങ്ങൾ കൊണ്ട് കരഞ്ഞ് കരഞ്ഞ് പരവശനാകുന്നു. ഈ സന്ദർഭത്തിലൊന്നും ആനന്ദത്തെ പ്രദാനം ചെയ്യുന്ന ശ്രീ പരമേശ്വരനെ ഓർത്തില്ലല്ലോ എന്ന അപരാധത്തിന് ക്ഷമാപണം നടത്തുന്ന ശിവ അപരാധ ക്ഷമാപണ സ്തോത്രത്തിലെ 2-ാം ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് ഇനി കേൾക്കാം. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീ ശങ്കര കൃതികളിൽ, സ്തോത്രകൃതികളിൽ ശിവ അപരാധ ക്ഷമാപണ സ്തോത്രമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഗർഭകാലത്തെ ക്ലേശങ്ങളെ ഓർമ്മിച്ച് ക്ഷമാപണം ചെയ്തു 1-ാം ശ്ലോകത്തിൽ. ശൈശവ ബാല്യങ്ങളിലുള്ളതാണ് 2-ാം ശ്ലോകത്തിൽ. ബാല്യേ ദുഃഖാതിരേകാത് മലലുളിതവപു സ്തന്യപാനേ പിപാസാ നോ ശക്തശ്ചേന്ദ്രിയേഭ്യോ ഭവമലജനിതാ ജന്തവോ മാം തുദന്തേ. ബാല്യത്തിൽ ദുഃഖാതിരേകം കൊണ്ടങ്ങനെ കഴിയുക, മലം പുരണ്ട ശരീരത്തോടുകൂടി, മുലപ്പാൽ കുടിക്കാനുള്ള ദാഹത്തോടുകൂടി, ഇനി സ്വന്തം അവയവങ്ങളും ഇന്ദ്രിയങ്ങളും തൻ്റെ നിയന്ത്രണത്തിലല്ലാത്തത് കൊണ്ടുള്ള കഷ്ടപ്പാട്. നോ ശക്തശ്ചേന്ദ്രിയേഭ്യ ഭവമലജനിതാജന്തവോ മാം തുദന്തി. അവിടെ മലജനിതാഹ ജന്തവഹ മാം തുദന്തി, മലത്തിൽ ജനിച്ച ജന്തുക്കൾ, തൻ്റെതായ മലത്തിൽ നിന്ന് തന്നെ ഇനി അത്തരം മലം പുരണ്ട ദേഹത്തോടു കൂടി കിടക്കുന്നത് കൊണ്ട് ചുറ്റുപാടിൽ നിന്ന് വരുന്ന ജന്തുക്കൾ എല്ലാം വന്ന് കടിക്കുകയാണ്. ഉറുമ്പുകൾ, ഇങ്ങനെ പലതും പലതും. അവിടെ മലജനിത ജന്തവഹ എന്നുള്ളിടത്ത് ശങ്കരാചാര്യസ്വാമികളുടെ രചനയായതുകൊണ്ട് തന്നെ ഒരു ഭവശബ്ദം ചേർത്തിരിക്കുകയാണ്. ഈ മലം ഭവമലമാണ്, ഭവം സംസാരമാണ്. ഈ സംസാരത്തിൻ്റെ കാരണമായ അജ്ഞാനം, ആ അജ്ഞാനത്തിൽ നിന്ന് ജനിക്കുന്ന നാനാവിധങ്ങളായ ജന്തുക്കൾ. ഇതൊരു സുന്ദരമായ കൽപ്പനയാണെന്ന് നോക്കൂ. അപ്പം അവിടെ മലജനിതാഹ ജന്തവഹ എന്ന് പറയുന്നിടത്ത് ഭവശബ്ദം ചേർത്തതോടുകൂടി വളരെ വിപുലമായി അർത്ഥം. നാനാവിധത്തിൽപ്പെട്ട സാംസാരിക ക്ലേശങ്ങൾ പല പല ജന്തുക്കളുടെ ഭാവത്തിൽ ശിശുവായ എന്നെ ഉപദ്രവിക്കുകയാണ്. പോരെങ്കിലോ നാനാരോഗാദി ദുഃഖാത് രുദന പരവശ. പ്രായേണ ശൈശവത്തിലും ബാല്യത്തിലും ഒന്നിനു പിറകെ ഒന്നായി രോഗങ്ങൾ വരും. ബാലാരിഷ്ടതകൾ, ബാല്യകാലത്തിലുള്ള പലതരം അരിഷ്ടതകൾ, ക്ലേശങ്ങൾ, ഒന്നിനു പിറകെ ഒന്നായി രോഗങ്ങൾ വരികയാണ്. എത്ര രോഗങ്ങളാണ് കൊച്ചു കുഞ്ഞാവുമ്പോൾ നമുക്ക് വരുന്നത്. ശിശുവായിരിക്കുമ്പോഴുള്ള രോഗങ്ങൾ, ബാല്യാവസ്ഥയിലുള്ള രോഗങ്ങൾ, അത്തരം ബാലപീഡകളൊക്കെ അനുഭവിച്ചാൽ നമ്മളെല്ലാം കടന്നു വന്നിട്ടുള്ള. ഇനി അത്തരം രോഗങ്ങൾ വരുന്നില്ല. അപ്പോൾ വയറുവേദനയാവട്ടെ, പനിയാവട്ടെ, ദേഹത്തിൽ ചൊറിചരങ്ങുകളാവട്ടെ, പലവിധ ദുഃഖങ്ങൾ ദിവസവും ഉണ്ടാവും. ഇതൊന്നുമില്ലെങ്കിൽ ഓടിക്കളിക്കുമ്പോൾ വീഴും, മുറിയും, എല്ലുപൊട്ടും, വ്രണങ്ങളാവും.
ഇങ്ങനെ നാനാവിധ ദുഃഖങ്ങൾ. കൊച്ചു കുഞ്ഞുങ്ങളെ പൊതുവെ മുതിർന്നവർ പലരും ഒരധികാരവും ഇല്ലെങ്കിലും വഴക്ക് പറയുക, ഒന്ന് വേദനിപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പതിവുണ്ട്. ഇങ്ങനെ നാനാവിധങ്ങളായിരിക്കുന്ന രോഗാദി ക്ലേശങ്ങളെ കൊണ്ട് രുദനപരവശഃ, കരഞ്ഞ് കരഞ്ഞ് പരവശനായിരുന്നു ഞാൻ. എത്ര കരഞ്ഞു ശൈശവത്തിലും ബാല്യത്തിലും. അങ്ങനെ രുദനപരവശനായി കരഞ്ഞ് പരവശനായിരുന്ന ഞാനോ ശങ്കരം ന സ്മരാമി, ശങ്കരനെ ഓർക്കുന്നില്ല. ആനന്ദത്തെ സുഖത്തെ പ്രദാനം ചെയ്യുന്നവനായ ഭഗവാനെ ഓർമ്മിക്കുന്നില്ല. അവിടെ ഈ രോഗക്ലേശങ്ങളെ കൊണ്ട് കരയുകയാണ്, വേദന കൊണ്ട് കരയുകയാണ്, അപമാനഭാരം കൊണ്ട് കരയുകയാണ്. രുദനപരവശഃ, കരഞ്ഞ് പരവശനായ ഞാൻ ശങ്കരം ന സ്മരാമി ക്ഷന്തവ്യോ മേ പരാധ, എൻ്റെ അപരാധം ക്ഷമിക്കണമേ, ക്ഷമിക്കപ്പെടേണ്ടതാകുന്നു. ക്ഷന്തവ്യ, ക്ഷമിക്കപ്പെടേണ്ടതാകുന്നു. എന്ത്? മേ അപരാധ, എൻ്റെ അപരാധം. ശിവ 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 ഭോ, ഭോ ഭഗവാനെ, ശിവ ശിവ ശിവ. തൻ്റെ ചകിതഭാവത്തെ, ഉദ്വേഗത്തെ, ദുഃഖത്തെ എല്ലാം പ്രകടമാക്കിക്കൊണ്ടാണ് 3 പ്രാവശ്യം ശിവശബ്ദം ഉച്ചരിക്കുന്നത്. ശിവ ശിവ ശിവ. എന്താ ചെയ്യുക? ഒന്നേ പറയാനുള്ളൂ, എൻ്റെ അപരാധം പൊറുക്കണമേ, ക്ഷമിക്കണമേ. അപരാധമെന്ന് പറയുമ്പോൾ കർത്തവ്യം ചെയ്യാതിരുന്നാലോ നിഷിദ്ധം ചെയ്താലോ ഉണ്ടാവുന്ന ദോഷമാണ് അപരാധം. ഇപ്പോൾ കർത്തവ്യം ചെയ്യേണ്ടത് ചെയ്യുന്നില്ല, അഥവാ നിഷിദ്ധം ചെയ്യരുതാത്തത് ചെയ്യുന്നു. ഇത് രണ്ടായാലും അന്തഃകരണത്തിൽ അങ്ങേയറ്റം മലീമസമായ വൃത്തി നിറയും. അത് നമ്മളിലെ സ്വച്ഛതയെ മുഴുവൻ ഇല്ലാതാക്കും, സ്വരൂപത്തെ മറയ്ക്കും. ഈ ചിത്തദോഷം അപരാധം എന്ന് പറയപ്പെടും. അപരാധത്തിൽ നിന്നാണ് പാപം ഉണ്ടാകുന്നതെന്നറിയുക. അപരാധത്തിൽ നിന്നാണ് പാപമുണ്ടാകുന്നത്. അപ്പോൾ ഈ അപരാധങ്ങളെ കൊണ്ടാണല്ലോ ഈ ശൈശവ ബാല്യങ്ങളിൽ ഇത്രയ്ക്കധികം ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വന്നത്. ആ ദുഃഖാനുഭവത്തിനൊരു കാരണം ഉണ്ടാവണമല്ലോ. ഭഗവാനെ, പരമേശ്വര, അതെല്ലാം ക്ഷമിക്കപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ശ്രീ മഹാദേവ ശംഭോ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഗർഭവാസം, ശൈശവ ബാല്യങ്ങൾ ഓർമ്മിച്ചു. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. തുടർന്ന് ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ഇത് ഓണാട്ടുകരയിലെ ഗുരുവായൂർ എന്നു പേര് കേട്ട ഏവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഏവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിനടുത്ത് ചേപ്പാട് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നു. ഈ മഹാക്ഷേത്രത്തിന്റെ ഐതിഹ്യം ദ്വാപരയുഗവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അതുകൊണ്ട് തന്നെ ഏവൂർ ക്ഷേത്രത്തിന്റെ കഥ പറയുമ്പോൾ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന തൊട്ടടുത്ത ഗ്രാമങ്ങളുടെ ഭൂപ്രകൃതിയെക്കുറിച്ചും പറയേണ്ടതുണ്ട്. ദ്വാപരയുഗത്തിൽ ഈ പ്രദേശം മുഴുവൻ മഹാ ഔഷധ സസ്യങ്ങളും അത്യപൂർവമായ വൃക്ഷലതാദികളും നിറഞ്ഞ ഖാണ്ഡവ വനം എന്നറിയപ്പെടുന്ന ഒരു മഹാവനമായിരുന്നത്രേ. ആ കാലഘട്ടത്തിൽ നടന്ന ഒരു യജ്ഞത്തിന്റെ ഫലമായി അഗ്നിദേവൻ 12 വർഷത്തോളം വെണ്ണ കഴിക്കേണ്ടി വരികയും
അതിന്റെ ഭാഗമായി അഗ്നിദേവന് ഉദരരോഗമുണ്ടാവുകയും ചെയ്തു. ഇതറിയുന്ന ബ്രഹ്മാവ് അഗ്നിദേവനെ ഉപദേശിക്കുന്നു. രോഗശമനത്തിനായി ഭൂമിയിലെ അപൂർവമായ ഗാണ്ഡവ വനം ഭക്ഷിക്കുക, അതുമാത്രമാണ് പ്രതിവിധി. മഹാവനമായ ഗാണ്ഡവത്തിൽ വസിക്കുന്നതോ സാക്ഷാൽ തക്ഷകനും. തന്റെ വാസസ്ഥലത്തേക്കുള്ള അഗ്നിയുടെ അധിനിവേശം തടയുവാനായി തക്ഷകൻ സുഹൃത്തായ ഇന്ദ്രദേവനെ സമീപിക്കുന്നു. അഗ്നിയെ ഇന്ദ്രൻ മഴ കൊണ്ട് തോൽപ്പിക്കുമെന്ന് തക്ഷകന് വാക്കുകൊടുക്കുന്നു. മഹാഭാരത കഥ നടക്കുന്ന ആ കാലഘട്ടത്തിൽ പഞ്ചപാണ്ഡവന്മാർ കാനനവാസത്തിലും ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന്റെ കൂടെ ഉപദേഷ്ടാവുമായുമുണ്ട്. അഗ്നിദേവൻ തന്റെ പ്രശ്നം ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കുകയും ശ്രീകൃഷ്ണ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം അർജുനൻ ഗാണ്ഡവ വനത്തിന് മുകളിൽ മഴയെ തടുക്കുവാനായി ശരകുടം ഉണ്ടാക്കുന്നു. വനാന്തരങ്ങളിലേക്ക് വന്യമായ മഴയായി ഇന്ദ്രൻ പെയ്തിറങ്ങുമ്പോൾ അർജുനൻ ഒരു 100,000 ശരങ്ങളാൽ ഗാണ്ഡവ വനത്തിന് മുകളിലെ ആകാശത്തെ മറച്ച് ശരകൂടം ഉണ്ടാക്കുന്നു. ഈ സമയത്ത് രോഗശമനത്തിനായി വ്യഗ്രതയോടെ അഗ്നി ഗാണ്ഡവ വനം ദഹിപ്പിച്ചുകൊണ്ടേയിരുന്നു. അക്കാലത്ത് കണ്വമ മഹർഷി ആരാധിച്ചുകൊണ്ടിരുന്ന വിഷ്ണു വിഗ്രഹം വനത്തിനുള്ളിലായിരുന്നു. ഗാണ്ഡവ ദഹനത്തിനിടയിൽ അത് നശിച്ചു പോകരുതെന്ന് ആഗ്രഹിക്കുകയും ഇതറിഞ്ഞ ഭഗവാൻ തന്റെ ദിവ്യശക്തി ആ വിഗ്രഹത്തിലേക്ക് പകരുകയും പ്രതിഷ്ഠ നടത്തുവാനുള്ള സ്ഥലം ലക്ഷ്യമാക്കി അർജുനൻ ഒരു അമ്പെയ്ത് സ്ഥലം നിശ്ചയിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് അതിനെ എയ്തൂർ എന്ന് പറയപ്പെടുകയും പിന്നീട് അത് ലോപിച്ച് ഏവു എന്നാവുകയും ചെയ്തു. യുഗങ്ങൾക്കപ്പുറത്തെ ചരിത്ര സ്മൃതികളാൽ നിറഞ്ഞു കിടക്കുന്നത് കൊണ്ടായിരിക്കാം ഏവൂരിന്റെ മണ്ണിലേക്ക് സ്പർശിക്കുമ്പോൾ ഓരോ ഭക്തന്റെയും മനസ്സിൽ ജന്മജന്മാന്തരങ്ങൾക്കപ്പുറത്തെവിടെയോ ഒരു ഉൾവിളി പോലെ യുഗാന്തരങ്ങളോളം നിറഞ്ഞു നിൽക്കുന്ന ഭഗവാന്റെ കാരുണ്യ സ്പർശമുണ്ടാകുന്നത്. ശ്രീഭൂതനാഥനാണ് ഏവൂരിലെ പ്രധാന ഉപദൈവം. കിരാതഭാവത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രപഞ്ചനാഥനൊപ്പം പാർവതീ ദേവിയുമുണ്ട്. ഈ ഉപദൈവങ്ങളെ വണങ്ങി ഓരോ ഭക്തനും ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ പഞ്ചഭൂതങ്ങളാൽ നിറഞ്ഞ സ്വന്തം ശരീരം തിരിച്ചറിഞ്ഞ ഭക്തർ ശ്രീകോവിലിനുള്ളിലെ ഭഗവാന്റെ പ്രയോഗചക്ര പ്രതിഷ്ഠയിലേക്ക് നോക്കി കണ്ണുകൾ അടയ്ക്കുമ്പോൾ സ്വന്തം ആത്മാവിനെയാണ് തിരിച്ചറിയുന്നത്. ആ തിരിച്ചറിവിലൂടെ പരമമായ മോക്ഷത്തിന് വേണ്ടിയുള്ള ആത്മാവിന്റെ തുടുപ്പുകളാൽ ഭഗവാനോടുള്ള അചഞ്ചലമായ വിശ്വാസത്താൽ നാം സ്വയം മറന്നു പോകുന്നു. സർവകലാ വല്ലഭനായ ഭഗവാന്റെ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ട ഏവൂർ ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾ ഭക്തിയിൽ മാത്രമല്ല, മറിച്ച് കലയിലും സംഗീതത്തിലും ആത്മജ്ഞാനത്തിന്റെ സങ്കേതങ്ങളായും നിലനിൽക്കുന്നു. ജയിക്ക ജയിക്ക കൃഷ്ണ ജയിക്ക ജയിക്ക കൃഷ്ണ ജയിക്ക ജയിക്ക കൃഷ്ണ ജയിക്ക കൃഷ്ണ ജയിക്ക. കർക്കിടക സംക്രമത്തിലെ വള്ളംകളി ഏവൂർ ക്ഷേത്രത്തിന്റെ ആചാര അനുഷ്ഠാനങ്ങളിൽ വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ്. ഏവൂർ പാടത്തു നിന്നും പുഴയിലൂടെ ഭഗവാനെ എഴുന്നള്ളിച്ചുകൊണ്ടുള്ള യാത്ര ഈ പുഴയുടെ അങ്ങേക്കരയിൽ നിന്നും താളമേളങ്ങളുടെ അകമ്പടിയോടെ വഞ്ചിപ്പാട്ടിന്റെ താളത്തിൽ അലങ്കരിച്ചു കൊണ്ടുവരുന്ന വഞ്ചികൾ പത്തിയൂർ ദേവിക്ക് മുന്നിൽ കാഴ്ചാദ്രവ്യങ്ങൾ സമർപ്പിച്ച് ചെറിയ തോടുകളിലൂടെ മറ്റു കരകളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ക്ഷേത്രത്തിൽ തിരിച്ചെത്തുന്നു.
കർക്കിടക മഴയിൽ പാടങ്ങൾ ഒലിച്ചു പോകാതെ വരാൻ പോകുന്ന കൊയ്ത്തുത്സവങ്ങൾക്കും പൊന്നിൻ ചിങ്ങ പുലരികൾക്കും ഭഗവാന്റെ കാരുണ്യ പ്രവാഹത്തിൽ ഏവൂരിന്റെ മണ്ണ് ഇങ്ങനെ എത്രയോ ഋതുസംക്രമണങ്ങളിൽ വഞ്ചിപ്പാട്ടിന്റെ ഈണങ്ങളിൽ നിറഞ്ഞു നിന്നിട്ടുണ്ടാവാം. ഇന്നും വഞ്ചിപ്പാട്ടിന്റെ ഒരു പാരമ്പര്യം ഏവൂരിന്റെ തലമുറ കെടാതെ സൂക്ഷിക്കുന്നതും നമുക്ക് കാണാൻ കഴിയും. പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാം മധ്യേ മഹാഭാരതം മാറുന്ന കാലഘട്ടത്തിലും പൈതൃകങ്ങൾ ഒന്നും നഷ്ടപ്പെടാതിരിക്കുവാൻ ഭഗവാന്റെ അവതാര കഥകളും ലോകത്തിന് മാതൃകയായി നിലനിൽക്കുന്ന ഭഗവത്ഗീതയുമൊക്കെ യുവതലമുറയിലും ആത്മീയ ജ്ഞാനമുണ്ടാക്കുവാൻ വേണ്ടി ക്ഷേത്ര ഭാരവാഹികൾ നാരായണീയവും ഗീതാ ക്ലാസുകളും ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. 100-ൽ പരം വർഷങ്ങളായി ശ്രീ മഹാഭാഗവത സപ്താഹ യജ്ഞവും നടത്തിവരുന്നു. ഭാരത തൈലപൂർണ പ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപം. ക്ഷേത്രത്തിന്റെ ബലിക്കൽ പുരയിൽ രാമായണ കഥയും കിരാതൻ കഥയും നമസ്കാര മണ്ഡപത്തിൽ ഭാഗവത കഥയും ദാരുശില്പ രൂപത്തിൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു. നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം. പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത കഥകൾ കൊണ്ട് ഏവൂർ നിവാസികൾ നമ്മളെ യുഗങ്ങൾക്കപ്പുറത്തേക്ക് യാത്ര ചെയ്യിക്കുമ്പോൾ ഒടുവിൽ തിരിച്ചു വരാൻ കഴിയാത്ത വിധം നമ്മളൊരു വൃന്ദാവനത്തിലകപ്പെട്ട് ഭഗവാന്റെ മുരളീനാദത്തിൽ അലിഞ്ഞു ചേർന്ന് ദ്വാപര നിലാവിൽ പരമാനന്ദത്തിൽ ലയിക്കുമ്പോൾ ഈ ജന്മത്തിലെ കർമ്മങ്ങളിലേക്ക് കലികാലം നമ്മളെ മുട്ടി വിളിക്കുന്നു. സന്ധ്യാദീപങ്ങളും തൊഴുത് അത്താഴ പൂജയും ശീവേലിയും കഴിഞ്ഞ് നടയടയ്ക്കുമ്പോൾ നീലിമയാർന്ന ഒരു പുഞ്ചിരിയായി ഭഗവാൻ നമ്മളിൽ നിറഞ്ഞു നിൽക്കുന്നു. തിരികെ നടക്കുമ്പോൾ ഏവൂരിലേക്ക് വീണ്ടും വീണ്ടും മടങ്ങിയെത്തുവാൻ, ഭഗവാന്റെ ദർശന പുണ്യത്തിൽ അലിഞ്ഞു ചേരുവാൻ ആത്മാവ് കൊതിച്ചുകൊണ്ടേയിരിക്കും.